Yes, Neelamol, good afternoon. Sudisha, good afternoon. Archana Achu, good afternoon. Binsi, Shahana, good afternoon. Aishwarya Manoj, good afternoon. Okay, let us start. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാസീവ് വോയിസിനെ കുറിച്ചായിരുന്നു. പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ലാസ്റ്റ് വന്ന് നമ്മൾ അവസാനിപ്പിച്ചത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് പാസീവ് വോയിസിലേക്ക് മാറ്റി എഴുതേണ്ടത്. ഇതാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിച്ചത്, പ്രസന്റ് കണ്ടിന്യൂസ്. ഇനി നമുക്കിന്ന് അടുത്ത ഒരു ടെൻസിലോട്ട് നമുക്ക് പോവുകയാണ്. യെസ്, ഞാനൊരു വാചകം ഞാനിവിടെ പറയാം. ഷീ വാസ് യൂസിങ് മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോൺ അല്ല, മൊബൈൽ ഫോൺസ്. ഷീ വാസ് യൂസിങ് മൊബൈൽ ഫോൺ. അപ്പൊ ഈ സെന്റൻസ് ഏത് ടെൻസിന്റെ കീഴിൽ വരും? ഏത് ടെൻസിലാണ് ഈ വാചകം എഴുതിയിട്ടുള്ളത്? ഷീ വാസ് യൂസിങ് മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ ഷീ വാസ് യൂസിങ് മൊബൈൽ ഫോൺ. നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള ആ 12 ടെൻസുകളിൽ ഏത് ടെൻസിന്റെ കീഴിൽ വരും? ഷീ വാസ് യൂസിങ്. ഓക്കെ ബിൻസി, കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അതെന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? ഓക്കെ സുധീഷ, കറക്റ്റ്, വെരി ഗുഡ്. യെസ്, സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ, വെർബ് പ്ലസ് ing ആണ് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ആ സ്ട്രക്ചർ ഫോം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നോക്കി, ഷീ സബ്ജക്റ്റ് ആണ്, വാസ് അല്ലെങ്കിൽ വേറില്ല, വാസ് ഉണ്ട്, പിന്നെ യൂസ് എന്നുള്ളതിന്റെ കൂടെ ഒരു ing ഉണ്ട്, യൂസിങ്. യെസ്, അപ്പൊ ഗിവൺ സെന്റൻസ് ഈസ് പാസ്റ്റ് കണ്ടിന്യൂസ്. തന്നിരിക്കുന്ന വാചകം ഏതാണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെ ഗിവൺ സെന്റൻസസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഓബ്ജക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കണം? ദം ആവും, യു ആവും, ഐ എന്നുള്ളത് മീ ആവും. അതൊക്കെ അതുപോലെയൊക്കെ തന്നെ ടെൻസിന് വരുന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേർബ്. അത് കഴിഞ്ഞതിന് ശേഷം ബീയിങ്, BEING, ബീയിങ്. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഒന്നുകൂടി പറയാം. ഓബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ബീയിങ് പ്ലസ് വെർബ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസീവ് വോയിസിന്റെ അല്ല, പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസിന്റെ ഫോം എന്ന് പറയുന്നത്. ഓബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ, ബീയിങ്, പിന്നെ വെർബ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഷീ വാസ് യൂസിങ് മൊബൈൽ ഫോൺസ് എന്ന് പറയുമ്പോൾ എന്ത് ഉപയോഗിക്കുന്നു? മൊബൈൽ ഫോൺസ്. ഓബ്ജക്റ്റ് കിട്ടി, മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോൺ എന്നാണെങ്കിൽ വാസ് മതിയായിരുന്നു. മൊബൈൽ ഫോൺസ് എന്ന് എഴുതിയപ്പോൾ പ്ലൂറലായി, അപ്പൊ വേറെ ഉപയോഗിക്കുന്നു. മൊബൈൽ ഫോൺസ് were being used എന്നുള്ളതിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ്ഡ്, USED, യൂസ്ഡ് ബൈ ഹിയർ. അപ്പൊ ആൻസർ ഇതാണ്.
mobile phones were being used by her. കിട്ടിയല്ലോ. ഇപ്പൊ ഒന്നുകൂടി പറയാം. ഒബ്ജക്റ്റ് ആദ്യം, വാസ് അല്ലെങ്കിൽ വേറെ, പിന്നെ ബീയിങ്, പിന്നെ വെർബ്. ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണം. ഓക്കെ, യെസ്. ഒന്നിന്റെ വാചകം നമുക്ക് ചെയ്തു നോക്കാം. ചോദ്യം നമ്പർ 1 എഴുതിക്കോളൂ. somebody was calling, calling, calling me, me. Yes. അടുത്ത ചോദ്യം, someone was teaching them, teaching, teaching them when it rained, rained, rained. Yes. ഒന്നുകൂടെ എഴുതിക്കോ. I was typing, typing a letter. I was typing a letter when he called me, called me. Yes. എഴുതാൻ പറ്റും നോക്കാം. Yes. Yes, okay. അല്ലേ? me ആണ് ഒബ്ജക്റ്റ് കേട്ടോ, me. Okay, Sudisha. Yes. Okay, Sudisha. Yes, Archana. Okay, Vinci. Yes, read the mode. Okay, Shirya Manoj. Yes. Okay, Sudisha.
ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് ലാസ്റ്റ് ആയിട്ട് ഒന്ന് നോക്കാം. അപ്പൊ സുധീഷ, ആദ്യത്തെ ചോദ്യം ഞാൻ വായിക്കാം. സംബഡി വാസ് കോളിംഗ് മീ. ആൻസർ പറഞ്ഞോളൂ. I was being called by somebody. Somebody. Very good, very good. I was being called by somebody. ബിൻസി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. Someone was teaching them when it rained. They were being taught by someone when When it rained. when it rained. When it rained. Okay, very good, very good. They were being taught when it rained by someone. Yes. അടുത്തത് നീതുമ്പോൾ മൂന്നാമത്തെ ആൻസർ ഞാൻ വായിക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. I was typing a letter when he called me. Yes, ബിന്ദു സത്യൻ. നീതുമോള് വരുന്നിട്ടുണ്ട്. വായിച്ചോളൂ നീതുമോള്. Yes. Then Bindu Satyan. Yes. Aparna. Aishwarya. Archana Chu. Shahana. Sherin. Yes. അപ്പൊ സുധീഷനകത്ത് വായിച്ചോളൂ. I was typing a letter when he called me. The letter was being typed by me when he called. Yes. Okay, okay. A letter was being typed when he called me. Yes, very good, very good, very good. Okay. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് വളരെ എളുപ്പമുള്ള വാചകങ്ങളാണ്. യെസ്. ഓക്കെ അർച്ചന. യെസ് യെസ് യെസ്. നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. എന്നാലോചിച്ചാൽ മതി. ചോദ്യം ഇതാണ്. വാസ് എനിവൺ beating him, B-E-A-T-I-N-G. Was anyone beating him when his father came in? Was anyone beating him when his father came in? ചെയ്യാൻ വേണ്ടി നോക്കാം.
ഓക്കെ, കഴിഞ്ഞോ? ബിൻസി അറിയില്ല സാർ. അത് തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. വാസ് ഹി ബീയിങ്? അത്ര പറയുന്നത് കറക്റ്റാണ്. അല്ല, അങ്ങനെ അതാണെങ്കിൽ കറക്റ്റാണ്. വാസ് ഹി ബീയിങ് വരെ കറക്റ്റാണ്. ഓക്കെ സുധീഷ, പറഞ്ഞോളൂ. അത്ര പറയാൻ കറക്റ്റാണ്. ഞാൻ ബീറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബീറ്റൺ. വാസ് ഹി ബീയിങ് beaten when his father came in? Was he being beaten when his father came in? Yes. അടുത്തത് ഇതേപോലെ നമ്മൾ വേറെ പറയാം. Was anyone teaching them, TEACHING, teaching them when the light, LIGHT, light went out, WENT, went out? I will repeat the question. Was anyone teaching them when the light went out? When the light went out? Yes, very good. Okay, correct, Sudhisha. Correct, Vinci. Correct, Sherin. Yes. The answer is independent. Were they being taught, TAUGHT, taught when the light went out? Were they being taught when the light went out? Where were the model? Nobody was calling, CALLING, calling me. Nobody was calling me. Nobody was calling me. Yes, very good. We'll see.
ഏടെ കൂടെ എങ്ങനെയാണ് പേര് വരുന്നത്? ആ ഓക്കെ ഷെറിൻ. ആ ഓക്കെ ബിൻസി. ഇത് രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും. ആ ഓക്കെ സുധീഷ. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? ഐ വാസ് നോട്ട് ബീയിങ് കോൾഡ്. ഐ വാസ് നോട്ട് ബീയിങ് കോൾഡ് ബൈ എനിബഡി. യെസ്. അടുത്തത് ചോദ്യം ഇതാണ്. നോ വൺ വാസ് ലേണിംഗ്, LEARNING, ലേണിംഗ് English. No one was learning English. Yes. Okay, Sudhisha. ഓ ബിൻസി, അപ്പൊ ഞാനൊരു നോട്ട് ചേർത്തില്ല. നോ വൺ എന്നല്ല പറഞ്ഞേക്കണേ, അപ്പൊ നെഗറ്റീവ് ആണ്. അപ്പൊ നോട്ട് ചേർക്കും. ഓക്കെ, ഇതുപോലെ യെസ്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഞാൻ വായിക്കാം. ഇംഗ്ലീഷ് വാസ് നോട്ട് ബീയിങ് ലേൺ ബൈ എനിവൺ. ഓക്കെ ഷെറിൻ, ഇംഗ്ലീഷ് വാസ് നോട്ട് ബീയിങ് ലേൺ. അടുത്തത് was anyone not visiting them? Was anyone not visiting, visiting, visiting them, them, when their, when their father died? When their father died, DIED. ഒന്നുകൂടി പറയാം. Was anyone not visiting them when their father died?
Okay, Sudisha. Okay, Sharon. Yes, about answer ya bhaiya. Something which were they W-E-R-E, were they not being visited? Were they not being visited when their father died? When their father died. Or no, Yoga. So then, wasn't WASN apostrophe T, wasn't anybody preparing PARING preparing food for FOOD food for players PLAYERS players. ഒന്നുകൂടി പറയാം. Wasn't anybody preparing food for players PLAYERS? Yes. Very good. Yes. Okay, Sudisha. Yes, but answer ചെയ്യാൻ വായിക്കാം. Wasn't food being prepared for players? Wasn't food being prepared for players? Okay, Binsi? Very good, very good, very good. Yes, അപ്പൊ അതും കൂടി ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പൊ നമ്മള് പാസ്റ്റ് കണ്ടിന്യൂസ് വരെ നമ്മൾ നോക്കി. യെസ്, പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ് വരെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. Yes. Now I ask you some vocabulary questions. Your answer should start with the letter B, boy. B.
ബി മുതലാണ് നിങ്ങളുടെ ലെറ്റർ ആൻസർ ആരംഭിക്കേണ്ടത്. ബോയ്. ക്വസ്റ്റ്യൻ നമ്പർ 1. A 1,000 million. A 1,000 million equals Sheryl, Padmasree, Sudisha. Sheryl, Padmasree, and Sudisha. Correct answer ആണ്. A 1,000 million is called billion. BILLION. അടുത്തത് no hair. 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 Sheryl, Sudisha, Drishya. Sheryl, Sudisha, and Drishya. Correct answer ആണ്. That is called, okay, Bindu Satyan, that is called bald. 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 അടുത്തത് വൺ വേർഡ് നിങ്ങൾ പറയണം. A group of musicians. A group of musicians. Sudisha, Bindu, Satyan, Padmasree. Sudisha, Bindu, Satyan, and Padmasree. Correct answer ആണ്. A group of musicians പറയുന്ന പേര് ബാൻഡ് എന്നാണ്. ബാൻഡ് ഓഫ് മ്യൂസിക്. അടുത്തത് a long yellow fruit. Sheryl, Bindu, Satyan, Drishya. Sheryl, Bindu, Satyan, and Drishya. Is a correct answer. Okay, Archana. Okay, Binsi. Correct answer. The answer is banana. Yes. അടുത്തത് a flying animal that looks like a mouse. Sudisha, Sheryl, Bindu, Satyan. Sudisha, Sheryl, and Bindu, Satyan. The answer is bat. 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 അടുത്തത് very simple ആണ്. A cricket player that uses bat. Sudisha, Sheryl, Drishya. Sudisha, Sheryl, Drishya. Bat അല്ല, batsman എന്ന് പറയാം. batsman. batsman. അടുത്തത് an iconic superhero. An iconic superhero from Sheryl, Bindu, Satyan, Archana. Sheryl, Bindu, Satyan, and Archana. ഞാൻ ചോദ്യം കംപ്ലീറ്റ് ആക്കിയിരുന്നില്ല. ഇതും വരെ ആൻസർ കറക്റ്റ് ആയിട്ട് വന്നു. ചോദ്യം ഇതായിരുന്നു, an iconic superhero from DC world. DC world. Batman. Next question. Opposite of small. Padmasree, Sudisha, and മുമ്പ് ആരായിരുന്നു? Padmasree, Sudisha, and മുമ്പ് Bindu. ഷെറിനുണ്ടായിരുന്നു. Yes, Sheryl and Bindu. Yes, correct answer ആണ്. Yes, okay, but Padmasree, what is it? Yes, the answer is big. 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 അടുത്തത് ചോദ്യം നോക്കുക. demanding something.
from someone by threatening them. By threatening them. Demanding bargain alla. Demanding something from someone by threatening. ആ വൈഡ് ശ്രദ്ധിക്കുക. Threatening them. അതുകൊണ്ടാണ് ബാർഗിൻ വരാതിരുന്നത്. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ്. Yes, Sudisha, you are right. Very good. Sudisha, Bindu Satyan, Shavin. Sudisha, Bindu Satyan, and Shavin. Correct answer. Threaten ചെയ്യാന്ന് പറയും. ഭീഷണിപ്പെടുത്തിയിട്ട് ചെയ്യുമ്പോൾ അതെന്തായി? ബാർഗെയിൻ അല്ല, ബ്ലാക്ക് മെയിൽ ആണ്. ബ്ലാക്ക് മെയിൽ. ത്രിട്ടൺ ഭീഷണിപ്പെടുത്തുക എന്നത്. യെസ്, അടുത്തത് സിമ്പിൾ ആണ്. ഓപ്പോസിറ്റ് ഓഫ് ഗുഡ്. പത്മശ്രീ ബിന്ദു സത്യൻ അതിന് മുമ്പാരായിരുന്നു. പത്മശ്രീ ബിന്ദു സത്യൻ ഷെറിൻ അല്ലേ? യെസ്, ഷെറിൻ. കറക്റ്റ് ആൻസർ ആണ്. ഓപ്പോസിറ്റ് ഓഫ് ഗുഡ് ബാഡ് ആണ്. A snow, S-N-O-W, snow, storm, S-T-O-R-M. അങ്ങനെ പറയുന്നൊരു വൺ വേർഡ് ഉണ്ട്. A snow storm. സ്റ്റോം എന്ന് പറഞ്ഞാൽ വിൻഡ്. A snow storm അല്ലെങ്കിൽ a snow wind. Yes, Sudisha, very good. Yes. Sudisha, Archana, Bindu Satya. Sudisha, Archana, and Bindu Satya. Correct answer. Blizzard, B-L-I-Z-Z-A-R-D. Yes, very good, very good, very good. The color of the morning sky. Sudisha, Padmasri, Bindu Satya. Sudisha, Padmasri, and Bindu Satya. Correct answer, Anna. The answer is blue. Blue. Another. Red liquid from your body. Sheryl, Padmasri, Bindu Satya. Sheryl, Padmasri, Bindu Satya. Yes, correct answer, Anna. The answer is blood. അറിയാവുന്ന സംഭവമാണ്. ഈ അടുത്തത് ആൻസർ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ ഓരോ സാധനങ്ങൾ വിൽക്കുന്ന ആളുകളുടെ പേരാണ് ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞാൽ മതി. അതിന് എ എന്നോ ബി എന്നോ അങ്ങനെയൊന്നുമില്ല. നെയിം ഓഫ് ദാറ്റ് പേഴ്സൺ. A person who sells fruits and vegetables is called dash. A person who sells fruits and vegetables.
ഫാർമർ അല്ല, പ്രൊഡ്യൂസർ ആണ് അത് സുധീഷ. ഇത് വിൽപ്പനക്കാരനാണ്, സെല്ലറാണ്. എ പേഴ്സൺ ഹു സെൽസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. എൻഡോനല്ല, വേണ്ടതല്ല. ഷോപ്പ് കീപ്പർ മൊത്തത്തിൽ എല്ലാവർക്കും പറ്റുന്ന പേരാണ്. ഇതിന് മാത്രമായിട്ട് വേറൊരു പേരുണ്ട്. ഞാൻ ക്ലൂ തരാം, ജി വെച്ചിട്ടാണ് ആരംഭിക്കുന്നത്. ജിയിലാണ് ഫസ്റ്റിൽ അയാളുടെ പേര് ആരംഭിക്കുന്നത്. ജി. ഗ്രോസറി അല്ല, അത് വേറെ ഐറ്റംസ് ആണ്. ഈ നമ്മൾ ഈ മറ്റേ കപ്പ് സോസ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്, അങ്ങനെ ആ റേഞ്ചിലൊക്കെ വരുന്ന ഐറ്റംസ് ആണ് അതൊക്കെ ഗ്രോസറി ഐറ്റംസ്. സുധീഷ, ബുദ്ധിമുട്ടുള്ളതിന്റെ ഉത്തരവുമായിട്ട് ആദ്യം പിന്നെ ആളല്ലേ? യെസ് സുധീഷ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഗ്രീൻ ഗ്രോസർ, ഇറ്റ്സ് വെരി ഗുഡ്. യെസ്, അതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. വേറെ ആരുമില്ല? യെസ്, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഗ്രീൻ ഗ്രോസർ, അതാണ് എന്റെ കറക്റ്റ് വേർഡ്. വൺ ഹു സെൽസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അടുത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അർച്ചനയുണ്ട്. യെസ്, അർച്ചന. യെസ്. Next question. A person who sells meat, M-E-A-T, meat. A person, Sharin, Sudhisha, Bindu Satya. Sharin, Sudhisha and Bindu Satya. Correct answer ആണ് butcher, B-U-T-C-H-E-R. അടുത്തത്, a person who sells fish. A person who sells fish. Fisherman, അത് പിടിക്കുന്ന ആളാണ്, വിൽപ്പന ചെയ്യുന്ന ആൾ. Fisherman catches the fish. One who sells fish. Yes, Sudhisha, very good, very good, very good. Yes, Sudhisha. Archana, Bindu Satya. Sudhisha, Archana and Bindu Satya. Yes, correct answer, correct answer. Oh, yes, yes. അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്ന സംഭവമില്ലേ? A person who sells medicine is called dash. Sharin, Drishya, Sudhisha. Sharin, Drishya and Sudhisha. നമ്മൾ ഫാർമസി എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതിന്റെ പേരിൽ അവിടെ ജോലി ചെയ്യുന്ന ആളെ നമുക്ക് ഫാർമസിസ്റ്റ് എന്ന് നമ്മൾ പറയും. കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ഹു സെൽസ് സ്വീറ്റ്സ്, SWEETS, is called dash. A person who sells sweets. A person who sells sweets.
A person who sells sweets. Yes, Sudisha, very good, very good. Sudisha, that what we can do. Yes. Sudisha Madrola. Yes. Okay, okay, okay. Correct answer. Correct answer. അടുത്ത ചോദ്യം ഇതാണ്. A person who sells clothes and fabrics is called dash. A person who sells clothes, retailer അല്ല, സെയിൽസ്മാൻ ഒന്നുമല്ല, അത് ഒരു കച്ചവടക്കാരൻ, എന്ത് വിൽക്കാലോ റീറ്റെയിൽ എന്ന് പറയുമ്പോൾ. Yes, a person who sells clothes and fabrics. A person who sells clothes, shopkeeper അല്ല പറഞ്ഞ, ഷോപ്കീപ്പർ ഇത് മാത്രമല്ല, പല ഇത് മാത്രം വിൽക്കുന്ന ആളാണ്. ക്ലോത്ത് ആൻഡ് ഫാബ്രിക്സ്. പറഞ്ഞ അതല്ല, സംഗതി എന്റെ രീതിയിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ട്. മർച്ചന്റ് എല്ലാത്തിനും വരില്ലേ സുധീഷ? ഇതിന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ സി എന്ന്. സി. ക്ലോത്ത് മർച്ചന്റ് അങ്ങനെയല്ല, ഇതിന് പേര് കൂടി ഉണ്ട്. നേരത്തെ ഒരാള് ക്ലോത്ത് സെല്ലർ എന്ന് പറഞ്ഞില്ലേ? Then a person who sells clothes and fabrics. Sudisha? Yes. അപ്പോ ആരും വരാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാം അല്ലേ? അത് CLOTHIER. CLOTHIER, clothier. അടുത്ത ചോദ്യം. A person who cannot read and write. A person who cannot read and write. Sherin? Sudisha? ബിന്ദു സത്യൻ. ബിന്ദു സത്യൻ അതല്ല കേട്ടോ, ഞാൻ ബിന്ദു സത്യനെ പരിഗണിച്ചേക്കാണ്. ഷെറിൻ, സുധീഷ, ബിന്ദു സത്യൻ. അപ്പൊ അപർണയെ കൂടി പെടുത്തുന്നുണ്ടേ. അപർണ നേരത്തെ വന്നിട്ടില്ലല്ലോ. യെസ്, ലിറ്ററേറ്റ് അല്ല, അതിന്റെ ഓപ്പോസിറ്റ് വേണം, ഇല്ലിറ്ററേറ്റ് കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാല് എഴുതാനും വായിക്കാനും അറിയാൻ പാടുള്ളവനാണ്, ഇത് അറിയാൻ പാടില്ലാത്തവനാണ്. Yes, one who believes in fate, F-A-T-E, fate. One who believes in fate. One who believes in fate. Believer are. Abarna, you are right. Very good. Abarna, Archana. രണ്ടുപേരുള്ള അല്ലേ? യെസ്. ഫേറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലേ. സുധീഷ
യെസ്, ഫേറ്റ് എന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ല. വിധി, വിധിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരില്ലേ, ഫാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത്, വൺ ഹൂ ലുക്സ് അറ്റ് ദി ഡാർക്ക് സൈഡ് ഓഫ് ദ തിങ്സ്. വൺ ഹൂ ലുക്ക് അറ്റ് ദി ഡാർക്ക് സൈഡ് ഓഫ് ദ തിങ്സ്. അതറിയാവുന്ന വാക്കാണല്ലോ. യെസ്, സുദിഷ, വെരി ഗുഡ്. സുദിഷ, അർച്ചന, ബിന്ദു സത്യൻ. സുദിഷ, അർച്ചന ആൻഡ് ബിന്ദു സത്യൻ. കറക്റ്റ് ആൻസർ ആണ് പെസിമിസ്റ്റ്. ഒപ്റ്റിമിസം ആണ് അതിന്റെ ഓപ്പോസിറ്റ്. അത് ശുഭാപ്തി വിശ്വാസം. പെസിമിസം അശുഭാപ്തി വിശ്വാസം. യെസ്, അടുത്തത്, വൺ ഹൂ ഈറ്റ്സ്, EATS, ഈറ്റ്സ് ടു മച്ച്. വൺ ഹൂ ഈറ്റ്സ് ടു മച്ച്. ഓക്കെ അപർണ, അപർണ, അർച്ചന, ബിന്ദു സത്യൻ. അപർണ, അർച്ചന ആൻഡ് ബിന്ദു സത്യൻ. ഓക്കെ, ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. ഞാൻ ഇതിന്റെ റിസൾട്ട് പറയാം. ധാരാളം പോയിന്റുകൾ ഉണ്ട് എല്ലാവർക്കും. യെസ്, ദൃശ്യക്ക് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപർണയ്ക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 3 പോയിന്റ്. പത്മശ്രീക്ക് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അർച്ചന അച്ചുവിന് 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്, ഷെറിന് വെങ്കല മെഡൽ കിട്ടിയിട്ടുണ്ട്. ഷെറിന് 13 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 13 പോയിന്റ്. ബിന്ദു സത്യൻ റണ്ണറപ്പ് ആണ്, സെക്കൻഡ് പ്ലേസ്. ബിന്ദു സത്യന് 15 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 15 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. Then Sudhisha, you are the top scorer. You got 17 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കുറഞ്ഞു കിട്ടിയവർക്കും കൂടുതൽ കിട്ടിയവർക്കും കിട്ടാത്തവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ. So we will meet in the next class. Okay, bye. Okay, Archana. Okay.